എജു പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മലയാളം 10th മലയാളത്തിൽ ചാപ്റ്റർ 2 ആണ് കച്ചട്ടി സാമിയാരുടെ കഥ. അപ്പോൾ ഇത് ഫൈനൽ എക്സാമിൻ്റെ ടേംസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥ തന്നെയാണ്. ഇതിലെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് കച്ചട്ടി സാമിയാരാണ്. അപ്പോൾ ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത് ആരാണ്? സഞ്ജയനാണ് കേട്ടോ കഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ മേച്ച് ദ ഫോളോയിങ് ഒക്കെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് കച്ചട്ടി സ്വാമിയാരുടെ കഥ എന്നൊക്കെ നമുക്ക് ഇതിൽ പറയാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇവിടെ കഥാകൃത്ത് കുട്ടികളെ കഥ പറയാൻ വേണ്ടിയിട്ട്, കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് വിളിക്കുകയാണ്. അപ്പം അവരുടെ പ്രത്യേകത എന്താണ്? കുട്ടികളുടെ അവരുടെ ബുദ്ധി കളങ്കമില്ലാത്തതാണ്. മുതിർന്നവരെ പോലെ കുശുമ്പും അസൂയയും വാശിയും ഒന്നും അവർക്കില്ല. അവരെപ്പോഴും നമുക്ക് പറയാറുണ്ടല്ലോ, ചെറിയ കുട്ടികൾ അവർ എപ്പോഴും സത്യസന്ധരായിരിക്കും അല്ലേ. അപ്പം ഒരു കഥ പറഞ്ഞാൽ അവർക്ക് രസിച്ചാൽ ചിരിക്കും, ഇല്ലെങ്കിൽ ഒരു രസവുമില്ല എന്ന് പറയും. രണ്ടായാലും ഒന്നുകൂടി പറയുമെന്ന് ആവശ്യപ്പെടും. ഏതു നിലയിലും ഇത് മറ്റേയാളെ പറ്റിയാണ്. ഇങ്ങനെ ഒരാളെ ഞാൻ അറിയും. ആ വാക്ക് പ്രയോഗിച്ചത് നമ്മുടെ ചെയർമാനെ പറ്റിയാണ്. മറ്റേത് കമ്മീഷണർക്ക് ഒരു ചൊട്ടാണ്. ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളുടെ പ്രത്യേകത, അവർക്കൊരു കഥ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത് കേൾക്കും. രസമുള്ളതാണെങ്കിൽ രസമുണ്ടെന്ന് പറയും, ചിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സംഭവങ്ങളുള്ളതാണെങ്കിൽ ചിരിക്കും അല്ലേ. ഇനി രസം ഒട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല, രസമില്ല എന്ന് പറയും. എന്നാലും ഇത് രണ്ടായാൽ കൂടെ കഥ പറയൂ, തുടർന്നോളൂ എന്ന് അവർ ആവശ്യപ്പെടും. ഇനിയിപ്പം നമ്മുടെ വലിയ അഡൾട്ട്സിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ അവർ പറയും, ഈ ഒരു കഥനെ അവർ റിലേറ്റ് ചെയ്യും വേറൊരാളെക്കുറിച്ച്. ഇത് പറഞ്ഞത് ഇയാളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഈ കഥയിൽ പ്രതിപാദിച്ചിരിക്കുന്ന കഥാപാത്രത്തെ എനിക്കറിയും. അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു മുതിർന്ന വ്യക്തി ഒരു കഥയെ അനലൈസ് ചെയ്യുന്നത്. കുട്ടികൾ പക്ഷെ അങ്ങനെയല്ല, അവരുടെ നിഷ്കളങ്കതയാണ് അവർക്കുള്ളത്. അപ്പോൾ അവരെപ്പോഴും കഥ കേട്ടുകൊണ്ടിരിക്കും, അതിനെ ജഡ്ജ് ചെയ്യത്തില്ല. അപ്പം ഇവിടെ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. അങ്ങനെ എഴുതിയത് ഇന്ന സംഭവത്തെക്കുറിച്ചാണ്. കോരപ്പൻ എന്ന് പറഞ്ഞാൽ പക്ഷിലക്ഷണ ശാസ്ത്രികളാണ് എന്നൊന്നും അവർ പറയുകയില്ല. സഞ്ജയൻ്റെ കഥകൾ കുട്ടികൾ കേട്ടാൽ മതി. നിങ്ങളും നിങ്ങളുടെ പൊളിറ്റിക്സും വലിയ അർത്ഥം കാണുന്ന ആൾ. ഇത്രയൊക്കെ അർത്ഥം പറയുന്ന നിങ്ങൾ എന്താണ് ഭഗവത്ഗീത വ്യാഖ്യാനിക്കാത്തത്? മനുഷ്യനായാലേ കുറച്ചൊക്കെ വേണ്ട, ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ അധികമായി പോകും. കുട്ടികൾ വന്നുവോ? ശരി, ഞാൻ അവരോടാണ് പറയുന്നത്. കുട്ടികളെ കേട്ടോളി. ഇവിടെ സഞ്ജയൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ ഒരു കഥയെ, ആ ഒരു കഥയുടെ സത്ത മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുന്നുണ്ട്, അവരത് ആസ്വദിക്കുന്നുണ്ട്. എന്നാൽ വലിയവർ അഡൾട്ട്സ് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ നോക്കുന്നത്. പൊളിറ്റിക്സ് ഒക്കെ ചേർത്തിട്ടായിരിക്കും കൂടുതൽ അവർ പറയുന്നത്. അപ്പം ഇവിടെ കഥാകൃത്ത് പറയുന്നുണ്ട്, ഇനിയിപ്പം അവരെക്കുറിച്ച്, മുതിർന്നവരെക്കുറിച്ച് പറയാൻ വന്നു കഴിഞ്ഞാൽ അധികമായി പോകും. അപ്പം അത് വിട്ടേക്കാം. നമ്മളെന്താണ്, കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാനാണ് വന്നത്. ഓക്കെ, അപ്പം കുട്ടികളോട് പറയുന്നതാണ്, കുട്ടികളെ കേട്ടോളൂ. നെക്സ്റ്റ് ഇവിടെ ഈ ഒരു സ്ലൈഡിൽ നമുക്ക് നോക്കാം. സഞ്ജയൻ കുട്ടികളോടായിട്ടൊരു കച്ചട്ടി സ്വാമിയാരുടെ കഥ പറയാൻ പോകുന്നതാണ് കേട്ടോ. മധുരാപുരി എന്നൊരു രാജ്യം. അവിടെ പരബ്രയ്യർ എന്ന ഒരു കച്ചട്ടി കച്ചവടക്കാരനുണ്ടായിരുന്നു. അയാൾ മധുരാപുരിയിലെ ഉത്സവകാലത്ത് ഒരുപാട് കച്ചട്ടികൾ കൈവണ്ടിയിൽ കൊണ്ടുവരുന്ന വഴിക്കു ഡിസ്ട്രിക്റ്റ് ബോർഡിൻ്റെ ഒരു പാലത്തിന്മേലെത്തിയപ്പോൾ പാലം പൊളിഞ്ഞു പോയി. പാലത്തിൻ്റെ അടിയിൽ വെള്ളം വറ്റിയ ഒരു തോടുണ്ടായിരുന്നു. ആ തോട്ടിൽ വീണു പരബ്രയ്യരുടെ കച്ചട്ടികൾ മുഴുവനും തവിട് പൊടിയായിപ്പോയി. ഒരൊറ്റ ചട്ടി പോലും ബാക്കിയായില്ല. ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മധുരാപുരി എന്ന ഒരു രാജ്യത്താണ് കഥ നടക്കുന്നത്. അവിടെ കച്ചട്ടി മീൻ ചെയ്യുന്നത് നോർമൽ, നമ്മൾ ഇപ്പം കറിയൊക്കെ വെക്കുന്നുണ്ടല്ലോ, അത് വെക്കുന്ന ഒരു ചട്ടി, സാധാരണ ചട്ടി, നമ്മുടെ മൺകുടം പോലത്തുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ചട്ടി. അപ്പം ഈ ഒരു കച്ചട്ടി വിൽപ്പനക്കാരനാണ് പരബ്രയ്യർ. അദ്ദേഹം എന്താണ്, ആ ഒരു മധുരാപുരിയിലെ ഉത്സവകാലത്ത് കുറേ കച്ചട്ടികളുമായിട്ടൊരു കൈവണ്ടിയിൽ പോകുന്നതാണ്. അവിടെ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ അവിടെ ഒരു പാലത്തിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പാലം പൊളിഞ്ഞു പോയി. അദ്ദേഹം അതിൻ്റെ താഴെ ഉണ്ടായിരുന്ന തോട്ടിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കച്ചട്ടികളും വീണു ഉടഞ്ഞു. ഒറ്റൊരു ചട്ടി പോലും ബാക്കിയില്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പം ഇത് കണ്ട് പരബ്രയ്യർക്ക് വലിയ വ്യസനമായി. പക്ഷേ പരബ്രയ്യരുടെ സങ്കടം കണ്ടിട്ട് നാട്ടുകാരൊക്കെ ചിരിക്കുകയാണ് ചെയ്തത്. കാരണം അയാളെ ആ നാട്ടുകാർക്ക് കണ്ടുകൂടായിരുന്നു. ഒരാൾക്ക്
അയാൾ ഒരു പൈ പോലും സഹായമായി കൊടുക്കാതിരുന്നത് കൊണ്ടാണ് അയാളെ ആരും ഇഷ്ടപ്പെടാഞ്ഞത്. അതുകൊണ്ട് അയാൾക്ക് നഷ്ടം പറ്റിയെന്ന് കേട്ടിട്ട് ആളുകൾ അന്യോന്യം ചായ വാങ്ങിച്ചു കൊടുക്കുകയും സൂര്യമനയെ കൊണ്ട് ഗണപതി ഹോമവും ഭഗവതി സേവയും കഴിപ്പിക്കുകയും ചെയ്തു. പിറ്റത്തെ കൊല്ലവും അങ്ങനെ തന്നെ പരബ്രഹ്യർക്ക് പറ്റണമെന്ന് വെച്ചാണ് അവർ ഇങ്ങനെ ചെയ്തത്. ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പരബ്രഹ്യരുടെ ചട്ട് മുഴുവൻ പൊട്ടിയല്ലോ. അപ്പം നോർമലി നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ പുറമേ കണ്ട് ആ കാണികൾ എന്ത് വിചാരിക്കും, അയ്യോ പാവം, അദ്ദേഹത്തിൻ്റെ അത്രത്തോളമുള്ള ചട്ടികൾ പൊട്ടിക്കഴിഞ്ഞു, അവർക്ക് ഇനിയിപ്പം നെക്സ്റ്റ് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലേ. അപ്പോൾ അവരെങ്ങനെയെങ്കിലും സഹായിക്കാനായിരിക്കും കണ്ടു നിൽക്കുന്ന കാണികളും വിചാരിക്കുന്നത്. എന്നാൽ ഇവിടുത്തുള്ള നാട്ടുകാർ ഓപ്പോസിറ്റാണ്. അദ്ദേഹത്തിന് ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്ത് വന്നപ്പം ആ ചട്ടികളൊക്കെ പൊട്ടിപ്പോയപ്പോഴും അവിടുത്തുള്ള നാട്ടുകാർ ചിരിക്കുകയാണ് ഉണ്ടായിരുന്നത്. കാരണം എന്താ, അതിനൊരു മെയിൻ റീസൺ ഉണ്ട്. അദ്ദേഹം ഒരാൾക്കൊരു പൈ പോലും, പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശാണ് കേട്ടോ, നമ്മുടെ നോർമൽ പൈസ ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പൈ പോലും സഹായമായി കൊടുത്തില്ല. അദ്ദേഹം അറുപിശുക്കനായിരുന്നെന്ന് നമുക്കിവിടെ കാണാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു. അതുകൂടാതെ എന്തൊക്കെ ചെയ്തു, ഗണപതി ഹോമവും ഭഗവതി സേവയും ഒക്കെ കഴിപ്പിച്ചു. കാരണം പിറ്റേത്തെ കൊല്ലവും ഇങ്ങനെ തന്നെ പരബ്രഹ്യർക്ക് പറ്റണം എന്ന് അവർ ആഗ്രഹിച്ചു. ഇതുകൊണ്ടുമായില്ല, അയ്യർ ഏതിലെയെങ്കിലും പോകുമ്പോൾ ആളുകൾ അയാൾ കേൾക്കെ കച്ചിട്ടി ഭീം എന്ന് പറഞ്ഞു തുടങ്ങി. ഇത് കേട്ടിട്ട് അയാൾക്ക് വലിയ ദേഷ്യമായി. അയാൾ വടിയോങ്ങി ഇങ്ങനെ പറയുന്നവരുടെ പിന്നാലെ നാട് മുഴുവൻ പാഞ്ഞു തുടങ്ങി. ചിലപ്പോൾ വികൃതി കുട്ടികളുടെ പിന്നാലെ പായുകയാൽ അയാൾ വീണു മുട്ടുപൊട്ടി. ഇവിടം കൊണ്ട് തീർന്നില്ല എന്നാണ് പറയുന്നത്. അയാൾക്ക് എന്തായാലും ആ ഒരു നഷ്ടം സംഭവിച്ചു. അത് കഴിഞ്ഞിട്ടും പിന്നീട് ഇത് പറഞ്ഞുകൊണ്ട് പല നാട്ടുകാരും അദ്ദേഹത്തിനെ കളിയാക്കി അല്ലേ. അദ്ദേഹം കേൾക്കി കച്ചിട്ടി ഡിം എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നാണെങ്കിൽ ചില പിള്ളേരും ഉണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു റീസൺ കിട്ടിക്കഴിഞ്ഞാൽ മതി, പിന്നെ ആ ഒരു വ്യക്തിനെ കാണുമ്പോൾ അവർ പിന്നീട് അത് പൊലമ്പിക്കൊണ്ടേ നിൽക്കും അല്ലേ. അപ്പോൾ ആ ഒരു ചെറിയ കുട്ടികളും ഇദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും കച്ചിട്ടി ഡിം എന്ന്. അപ്പോൾ അവരുടെ പുറകെ പോയിട്ടും അദ്ദേഹത്തിന് എന്താണ് വീണ് മുട്ടുപൊട്ടുകയും ചെയ്തിട്ടുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ ആളുകൾ ഇയാളെ കണ്ടാൽ ഡിം എന്ന് മാത്രം പറയും. അപ്പോഴും ഇയാൾക്ക് ദേഷ്യം വരും. അവരോട് കയർക്കും. അവർ, ഞങ്ങൾ എന്താണ് സ്വാമി നിങ്ങളെപ്പറ്റി പറഞ്ഞത്, ഞങ്ങൾക്ക് ഡിം എന്ന് പറഞ്ഞുകൂടെ, നിങ്ങളുടെ കൽപ്പന വല്ലാത്ത കൽപ്പനയല്ലേ, ഇത് ഗവൺമെൻറ്റിൻ്റെ രാജ്യമാണ്, എന്താണ് ഡിം എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ഇനിയും പറയും ഡിം ഡിം ഡിം. ഓക്കെ, അപ്പം അതിൽ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കച്ചിട്ടി ഡിം എന്നാണ്. എന്നാൽ പിന്നീട് കാലക്രമേണ ഡിം എന്ന് മാത്രമായിട്ട് അവർ ചുരുക്കി ഈ നാട്ടുകാർ. പക്ഷെ അത് കേൾക്കുമ്പോഴും അദ്ദേഹത്തിന് ദേഷ്യം വരുമല്ലോ. കാരണം നോർമലി ഒരു ഹ്യൂമൻ ബീയിങ് നമ്മളെ ആരെങ്കിലും കളിയാക്കുന്നതാണെങ്കിലും നമുക്കത് വിഷമം വരും. അപ്പോൾ അദ്ദേഹത്തിനും ഇവിടെ വിഷമം വരുന്നുണ്ട്. അപ്പോൾ അതിലുള്ളൊരു ആൾക്കാരൊക്കെ ചോദിക്കുക ഇതിനെക്കുറിച്ചിട്ട്. അദ്ദേഹം അവരോട് കയർത്ത് കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താ, നമുക്കൊരു റൈറ്റ്സ് ഇല്ലേ, നമുക്ക് അങ്ങനെ പറഞ്ഞതിൽ നിങ്ങളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടോ എന്നൊക്കെ പല നാട്ടുകാരും ചോദ്യം അങ്ങോട്ടേക്ക് ചോദിക്കും പരബ്രഹ്യരോട്. ഇനി പരബ്രഹ്യർ ഒടുവിൽ അന്നാട്ടിലെ മജിസ്ട്രേറ്റോട് ആവലാതി പറഞ്ഞു. നഷ്ടം പറ്റിയ ഒരാളെ എല്ലാവരും പരിഹസിക്കുന്നു എന്ന് കേട്ടിട്ട് മജിസ്ട്രേറ്റ് വല്ലാതെ വ്യസനിച്ചു. ശരി സ്വാമി, നിങ്ങളുടെ കൂടെ ഇന്ന് വൈകുന്നേരം ഞാൻ വരാം. നിങ്ങളെ പരിഹസിക്കുന്ന ആളെ എനിക്ക് കാട്ടിത്തരണമെന്ന് പറഞ്ഞു. അപ്പം ഇത്രയൊക്കെ ആയി. പരബ്രഹ്യർ വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. കാര്യങ്ങളൊക്കെ സംഭവം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം, നോർമലി ഇത് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. കാരണം ഈ ഒരു നഷ്ടം പറ്റിയ ഒരാളെ എന്തിനാണ് ഇത്രത്തോളം ജനങ്ങൾ ഇങ്ങനെ കളിയാക്കുന്നതെന്ന്. അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പരബ്രഹ്യരോടൊപ്പം മജിസ്ട്രേറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മജിസ്ട്രേറ്റ് അയ്യരുടെ കൂടെ പോയി. അന്നൊക്കെ മജിസ്ട്രേറ്റിന് വലിയ അധികാരമാണ് കുട്ടികളെ, ഇന്നത്തെ പോലെയല്ല. ഇന്ന് അംശം അധികാരിയെ കൂടി പേടിക്കാത്ത ആളുകളാണ് ലോകത്തിലുള്ളത്. ഒക്കെ മേൽക്കീഴില്ലാത്തവരായി പോയി. അതിരിക്കട്ടെ, മജിസ്ട്രേറ്റും പരബ്രഹ്യരും കൂടി മധുരാപുരി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തിയപ്പോൾ ഒരാൾ സഞ്ജയനെ പോലെ ഒരു കുസൃതിക്കാരൻ എന്ന് തന്നെ വിചാരിച്ചു കൊള്ളുവിൻ അവർക്ക് നേരെ ചെന്നു. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പാരഗ്രാഫിൽ സഞ്ജയൻ പറയുകയാണ്, എന്താണ്, അന്നത്തെ കാലത്ത് മജിസ്ട്രേറ്റിനൊക്കെ വലിയ അധികാരമാണ്. പക്ഷെ ഇന്നത്തെ ഈ ഒരു കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അംശം അധികാരി, നമ്മുടെ ഏതാണോ ഇപ്പം മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ ആ ഒരു ഇവിടെ ഭരിക്കുന്നവർ പോലും തന്നെ നമ്മൾ പേടിക്കുന്നില്ല.
അതാണ് ഇവിടെ സഞ്ജയൻ പറയുന്നത്. അപ്പം കൂടുതലായിട്ട് നമുക്കൊരു പേടിയില്ല, നമ്മുടെ സിസ്റ്റത്തിന് ലോസിനൊന്നും പേടിയില്ല എന്ന് സഞ്ജയൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഇനിയിപ്പം മജിസ്ട്രേറ്റും പരബ്രയരും കൂടിയിട്ട് മധുരാപുരി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തി. അവിടെ വെച്ചിട്ട് ഒരാൾ കാണുകയാണ്. അയാൾ എങ്ങനെയുള്ള ആളായിരുന്നു? സഞ്ജയനെ പോലെ. കഥാകൃത്തിനെ തന്നെ റിലേറ്റ് ചെയ്യാണ്. അയാളെ പോലെ കുസൃതിക്കാരൻ. സഞ്ജയൻ തന്നെ പറയാണ് കുസൃതിക്കാരനാണ് താനെന്ന്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഇവരുടെ അടുത്തെത്തി. ആരുടെ? പരബ്രയരുടെയും മജിസ്ട്രേറ്റിൻ്റെ അടുത്ത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. മജിസ്ട്രേറ്റിന് സലാം കൊടുത്തു, പരബ്രയർക്കും സലാം കൊടുത്തു. പക്ഷെ സലാം കഴിഞ്ഞ് കുറേ ഊക്കിൽ കൈ താഴെ കിട്ടും. ഇത് കണ്ടപ്പോൾ കച്ചട്ടി വീണത് ആംഗ്യം കൊണ്ട് കാണിച്ചതാണെന്ന് അയ്യർ വിചാരിച്ചു. ലഹളയോട് ലഹള, കണ്ടില്ലേ യജമാനനെ, എന്നെ പരിഹസിച്ചതാണ്, മഹാപാപി, കൈ താഴെ കിട്ടത് കണ്ടില്ലേ? കച്ചട്ടി ഡിം എന്നാണ് അതിൻ്റെ അർത്ഥം. യജമാനൻ ഇയാളെ ബന്ധാവിൽ വയ്ക്കണം, പിഴ കൽപ്പിക്കണം, പിഴ അടച്ച് ഈ മഹാപാപി മുടിയണം എന്നൊക്കെ പറഞ്ഞു. മജിസ്ട്രേറ്റ് ഒന്നും പറയാതെ പരബ്രയരെ 6 മാസത്തേക്ക് കുതിരവട്ടത്തേക്ക് അയച്ചു. അങ്ങനെ ഒരു കഥ. ഇപ്പം നമ്മുടെ കഥയുടെ അവസാനം എത്തിയിരിക്കുകയാണ്. ഈ ഒരു പാരഗ്രാഫോടെ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ നേരത്തെ പരബ്രയരും മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ സഞ്ജയനെ പോലെയുള്ളൊരു വ്യക്തി പ്രത്യക്ഷപ്പെട്ടു അല്ലേ? അദ്ദേഹം പിന്നീട് അവർക്ക് സലാം കൊടുക്കുകയാണ്. കാരണം അന്നത്തെ കാലത്ത് മജിസ്ട്രേറ്റിന് വലിയ വില കൽപ്പിച്ച നാട്ടുകാരാണ്. അപ്പോൾ മജിസ്ട്രേറ്റിനെ കാണുമ്പോൾ നോർമലി സലാം കൊടുക്കുന്ന രീതിയിൽ അദ്ദേഹം ആ ഒരു രീതിയിൽ ഓക്കെ വെൽക്കം പറയുന്നതാണ്. അപ്പം ആ ഒരു സലാം കൊടുത്തതിന് ശേഷം കൈ ഊക്കിൽ താഴെ കിട്ടും. അദ്ദേഹം നോർമലി ചെയ്യണം വിചാരിച്ച് ചെയ്യുന്നതായിരിക്കില്ല, പെട്ടെന്ന് നമ്മൾ ആ ഒരു കേസിൽ അങ്ങനെ താഴെ കിട്ടതായിരിക്കും. പക്ഷെ ഇത് കണ്ടപ്പോഴോ നമ്മുടെ പരബ്രയർക്ക് ആകെ കൂടെ ദേഷ്യം വന്നു. കാരണം കച്ചട്ടി ധീം എന്ന രീതിയിൽ അദ്ദേഹം വ്യാഖ്യാനിച്ചെടുക്കുകയാണ് ആര്? പരബ്രയർ. കാരണം ആ വന്നിരിക്കുന്ന സലാം പറഞ്ഞിരിക്കുന്ന ആ ഒരു വ്യക്തി എന്നെ ഇവിടെ അപമാനിക്കുകയാണ്, കച്ചട്ടി ഡിം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൈ നിലത്തേക്കല്ല, കൈ ഊക്കിലൂടെ താഴത്തേക്ക് ഇട്ടത് ഇങ്ങനെ ഡിം എന്ന രീതിയിലാണെന്ന് വ്യാഖ്യാനിക്കുകയാണ്. അപ്പം കൂടെ ഉണ്ടായിരുന്ന പരബ്രയറുടെ കൂടെ ഉണ്ടായിരുന്ന മജിസ്ട്രേറ്റിന് എന്ത് കാര്യം മനസ്സിലായി അല്ലേ? അതായത് വെറുതെ കൂടെ കുറേ പേര് അദ്ദേഹത്തെ പരിഹസിക്കുന്നവരുണ്ടാവും, എന്നാൽ കൂടെ അല്ലാത്തവരെയും തന്നെ പരിഹസിക്കുകയാണെന്ന കൂട്ടത്തിൽ ആര് പെടുത്തി? പരബ്രയർ പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊരു മാനസികാവസ്ഥ, അദ്ദേഹത്തെ മെൻ്റലി ഡൗൺ ആയെന്ന് മജിസ്ട്രേറ്റിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ഒരു പരബ്രയരെ മജിസ്ട്രേറ്റ് ഒന്നും തന്നെ പറയാതെ 6 മാസത്തേക്ക് കുതിരവട്ടത്തേക്ക് അയച്ചു. അദ്ദേഹത്തിൻ്റെ മെൻ്റൽ ഒരു ഡിപ്രഷനും കാര്യങ്ങളൊന്നും മാറി മെൻ്റലി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് കുതിരവട്ടത്തേക്ക് അയച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സഞ്ജയൻ്റെ കഥയായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കഥയിൽ എന്താണ് മനസ്സിലാവുന്നത്? അതായത് ഓരോ കഥകളും സഞ്ജയൻ്റെ ഈ ഒരു നാട്ടിലുള്ളവരെല്ലാം നമ്മളെ പരിഹസിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും നടക്കരുത് അല്ലേ? അഥവാ അങ്ങനെ തന്നെ അവർ പരിഹസിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി ചിരിച്ച് ഒരു തമാശ രീതിയിൽ അത് കളഞ്ഞേക്കണം. നമ്മളതിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു പ്രയോജനം തന്നെ ഇല്ല എന്നാണ് സഞ്ജയൻ പറയുന്നത്. പിന്നാണെങ്കിൽ എന്താണ്, കച്ചട്ടി സ്വാമിയാരെ പോലെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ വിഡ്ഢിത്തം കാട്ടരുതെന്ന് സഞ്ജയൻ തുറന്നു കാട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ ആണെങ്കിൽ ഈ ഒരു കഥ ആരെക്കുറിച്ച്? മുനിസിപ്പാലിറ്റിയിലെ മുനിസിപ്പൽ ചെയർമാനെ, കമ്മീഷണർ, പിന്നെ മജിസ്ട്രേറ്റ്, അംശം അധികാരി, അന്നേരം എന്തിനെ പറ്റിയും ദുർവ്യാഖ്യാനങ്ങൾ ഒരു പ്രചരിപ്പിക്കുന്ന സാഹിത്യ വിമർശകരെ പറ്റിയും സഞ്ജയനെ ഈ ഒരു ലേഖനത്തിലൂടെ പരിഹസിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ടോട്ടലി നമ്മുടെ ഈ ഒരു കഥ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു കഥയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. താഴെ പറയുന്നവയിൽ കുട്ടികളുടെ സവിശേഷത എന്തെന്ന്? കുശുമ്പ്, കുസൃതി, നിഷ്കളങ്കത, വാശി. ഇതിൽ ഏതായിരിക്കും ആക്റ്റ് ആയിട്ടുള്ളത്? കുട്ടികളുടെ സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എന്താണ് കഥയിൽ തന്നെ ഉണ്ടല്ലേ, അവർക്ക് നിഷ്കളങ്കതയായിരിക്കും ഉണ്ടാവുന്നത് അല്ലേ? ഇനിയിപ്പോൾ നെക്സ്റ്റ് നോക്കാം ക്വസ്റ്റ്യൻ. കുട്ടികൾ കഥ കേട്ടാൽ ചെയ്യാത്തത് എന്ത്? രസിച്ചാൽ ചിരിക്കും. രണ്ടാമത് ഇല്ലെങ്കിൽ ഒരു രസവുമില്ല എന്ന് പറയും. മൂന്നാമത് ഒന്നുകൂടി പറയും എന്നാവശ്യപ്പെടും. നാലാമത് ഇത് മറ്റൊരാളെ പറ്റിയാണെന്ന് പറയും. അപ്പം ഫസ്റ്റ് 3 അല്ല അല്ലേ? നമ്മുടെ ഈ കഥയുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട് കുട്ടികൾ ചെയ്യുന്ന
പ്രവൃത്തി, ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന 3 ഇനിയിപ്പോൾ 4-മതായി ചെയ്യുന്നത്, ഇത് മറ്റൊരാളെ പറ്റിയാണെന്ന് പറയുന്നത്, അത് അഡൾട്ട്സിൻ്റെ, മുതിർന്നവരുടെ വ്യക്തിത്വമായിട്ടാണ് കഥാകാരൻ പരാമർശിക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് കുട്ടികൾ കഥ കേട്ടാൽ ചെയ്യാത്തത്, ഇത് മറ്റൊരാളെ പറ്റിയാണെന്ന് പറയുന്നതാണ്. ഇത് ചെയ്യുന്നത് ആരാണ്? അഡൾട്ട്സ് ആണ്. ഇനിയിപ്പോൾ 3-മത്തെ ക്വസ്റ്റ്യൻസ്, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ താഴെ പറയുന്നവയിൽ നിന്ന് ഉചിതമായത് തിരഞ്ഞെടുക്കുക. മനുഷ്യനായാലേ കുറച്ചൊക്കെ നമ്മൾ നോർമലി പൊതുവെ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ഇത്. അന്തസ് വേണം എന്നല്ലേ പറയല് അല്ലേ. അപ്പോൾ മനുഷ്യനായാലേ കുറച്ചൊക്കെ അന്തസ് വേണം, അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി കഥ കേട്ടാൽ കുട്ടികൾക്കുണ്ടാകുന്ന പ്രതികരണം എന്തെന്ന് ചുരുക്കി പറയുക. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാരഗ്രാഫിൽ ഞാൻ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു, എന്താ കുട്ടികൾ കഥ കേട്ട് കഴിഞ്ഞാൽ ചിരിക്കൂലേ, രസിച്ചാൽ ചിരിക്കും, അല്ലെങ്കിൽ ഒരു രസമില്ല എന്ന് പറയും, പിന്നെ 2 കഴിഞ്ഞാലും ഒന്നും കൂടെ പറയുന്നു എന്നവർ ആവശ്യപ്പെടും അല്ലേ. ഇനിയിപ്പം മുതിർന്ന ശ്രോതാക്കളിൽ കാണുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ശ്രോതാക്കളിൽ കുശുമ്പ്, അസൂയ, വാശി മുതലായ സ്വഭാവമുള്ളവരാണല്ലേ. ഏത് പ്രവൃത്തിയും കള്ളത്തരമാണെന്ന് കണ്ടെത്തുന്നവരായിരിക്കും ഈ ഒരു മുതിർന്ന ശ്രോതാക്കൾ. അപ്പോൾ ഇതാണ് അവരുടെ തമ്മിലുള്ള അവരിൽ കാണപ്പെടുന്ന ദോഷങ്ങളായിട്ട് പറയുന്നത്. ഇപ്പോൾ അയാൾ മധുരപുരിയിലെ ഉത്സവകാലത്ത് ഒരുപാട് കച്ചട്ടികൾ കൈവണ്ടിയിൽ കൊണ്ടുവരുന്ന വഴിക്ക് ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ ഒരു പാലത്തിന്മേലെത്തിയപ്പോൾ പാലം പൊളിഞ്ഞുപോയി. ഈ വാക്യത്തിൽ ലേഖകൻ ഊന്നൽ നൽകുന്ന കാര്യം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പാലത്തിൻ്റെ ബലക്കുറവ്, കച്ചട്ടികളുടെ ഭാരം, ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ ഉപായപണി, കച്ചട്ടി സ്വാമിയാരുടെ അശ്രദ്ധ. അപ്പോൾ ഇതിലേതാണ് കൂടുതൽ ആപ്റ്റായിട്ട് വരുന്നത്? ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ ഉപായപണിയാണ്. അതുകൊണ്ടാണ് എന്താണ് പെട്ടെന്ന് തന്നെ ആ ഒരു പാലത്തിന് ബലക്കുറവ് അനുഭവപ്പെടുക. അത് എന്താണ് പൊളിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതൽ. നന്നായിട്ട് നമ്മൾ ആ ഒരു പാലം പണിത് കഴിഞ്ഞാൽ മാത്രമാണല്ലോ കുറേ കാലത്തേക്ക് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിൽ അത് പെട്ടെന്ന് പൊളിഞ്ഞു പോകും അല്ലേ. മജിസ്ട്രേറ്റ് പരബ്രയ്യരെ കുതിരവട്ടത്തേക്ക് അയക്കാൻ കാരണം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കുറ്റക്കാരെ കണ്ടു ശിക്ഷിക്കാൻ വേണ്ട ബുദ്ധിസ്ഥിരത മജിസ്ട്രേറ്റിനില്ലായിരുന്നു. ഇത് അബ്സല്യൂട്ട്ലി തെറ്റാണല്ലേ. കാരണം ബുദ്ധിസ്ഥിരത ഇല്ലാതെ ഒരാളെ മജിസ്ട്രേറ്റ് ആയിട്ട് ആരും തന്നെ വെക്കത്തില്ല. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായ ഒരു തെളിവും കൂടാതെ ജനങ്ങളുടെ മേൽ ആരോപണം ഉന്നയിക്കുന്ന അയ്യർക്ക് ഭ്രാന്താണെന്ന് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടു. ഇത് ഏകദേശം കറക്റ്റാണ്. ഫുള്ളി കറക്റ്റാണോ നമുക്ക് അടുത്ത ബാക്കി 2 ആൻസേഴ്സും കൂടെ ഇതും കൂടെ നോക്കിയിട്ട് നമുക്ക് കണ്ടെത്താം അല്ലേ. ഇനി 3-മതായി വരുന്നത്, ആംഗ്യം കാണിച്ചയാൾ കരുതിക്കൂട്ടി ചെയ്തതാണെങ്കിലും അത് ഊഹിക്കാൻ മജിസ്ട്രേറ്റിന് കഴിഞ്ഞില്ല. തീർച്ചയായും തെറ്റാണ്. അതിനുള്ള കഴിവ് അദ്ദേഹത്തിന്, മജിസ്ട്രേറ്റിന് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം അയാൾ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് ഇതാക്കാനുള്ള ആ ഒരു ഊഹിക്കുന്ന ആ ഒരു കഴിവില്ലായ്മ മജിസ്ട്രേറ്റിന് എന്തായാലും ഉണ്ടായിരിക്കില്ല. ഇനി ബന്ധവസിൽ വെക്കണം, പിഴ കൽപ്പിക്കണം എന്ന തൻ്റെ അധികാരത്തിൽ അയ്യർ കൈകടത്തി. തീർച്ചയായും അതുമല്ല. അപ്പം നമ്മൾ 2-മതായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വ്യക്തമായ ഒരു തെളിവും കൂടാതെ ജനങ്ങളുടെ മേൽ ആരോപണം ഉന്നയിക്കുന്ന അയ്യർക്ക് ഭ്രാന്താണെന്ന് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടു. അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സഞ്ജയൻ ഈ കഥ എഴുതിയത് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. സഞ്ജയൻ നടത്തുന്ന സമൂഹ പരിഹാസം വ്യക്തി പരിഹാസമായി തെറ്റിദ്ധരിക്കാതിരിക്കാൻ, കച്ചട്ടി സ്വാമിയാരുടെ നിലയിലേക്ക് ആരും തരം താഴരുതെന്ന് ഉത്ബോധിപ്പിക്കാൻ, വരും തലമുറയിലെ കുട്ടികൾക്ക് കഥാഗ്രഹണത്തിൽ താല്പര്യമുണ്ടാക്കാൻ, പരിഹാസത്തെ സമചിത്തതയോടെ സ്വീകരിക്കാവുന്ന ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കാം. ഇതിനെന്താണ് ലാസ്റ്റത്തിലായിരിക്കും കൂടുതൽ ആപ്റ്റായിട്ട് വരുന്നത് അല്ലേ. അപ്പം പരിഹാസത്തെ സമചിത്തതയോടെ സ്വീകരിക്കാവുന്ന ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കാനാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പം കഥ സംഹരിച്ചുകൊണ്ട് സഞ്ജയൻ നൽകുന്ന ഉപദേശങ്ങൾ 3 എഴുതുക. അപ്പോൾ ഒന്ന് നമുക്ക് പറയാൻ എന്താണ്, നാട്ടിലുള്ളവരെല്ലാം നമ്മളെ പരിഹസിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും നടക്കരുത് അല്ലേ. 1-മത്തെ പോയിന്റായിട്ട് ഇത് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ. ഇപ്പം 2-മത്തെ പോയിന്റായിട്ട് വേണമെങ്കിൽ, വാസ്തവം നമ്മളിപ്പം അങ്ങനെ അവർ പരിഹസിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അതിനെ പറ്റിയിട്ട് എന്താണ് കൂടുതൽ ടെൻസ്ഡ് ആവരുത്. നമ്മൾ ജസ്റ്റ് അതൊന്ന് ചിരിച്ച് കളയണം അല്ലേ. ഇപ്പം 3-മത്തെ പോയിന്റായിട്ട് നമുക്ക് എഴുതാം, പിന്നെ എല്ലാ ജനങ്ങളും ഒരുപോലെയാണെന്ന് നമ്മൾ വിചാരിക്കരുത് അല്ലേ. ഈ ഒരു ഇൻസിഡൻറ്റിൽ തന്നെ, ഈ ഒരു കഥയിൽ തന്നെ പറയുന്നുണ്ട്, കുറേ പേര് നമ്മളെ പരിഹസിക്കുന്നുണ്ട്, എന്നാൽ ലാസ്റ്റ് വന്ന ഒരു വ്യക്തി പരിഹസിച്ചതല്ല, നോർമലി ഒരു സലാം കൊടുത്തതാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തെയും ഇവിടെ പരബ്രയ്യര് തെറ്റിദ്ധരിച്ചു. അപ്പം ജനങ്ങളെ ഒന്നടങ്കം തെറ്റിദ്ധരിച്ച് പരാതിപ്പെടരുത്. അതാണ് 3-മത്തെ പോയിന്റായിട്ട് വരുന്നത്. മജിസ്ട്രേറ്റിന് വിഷമം തോന്നിയത് എന്തുകൊണ്ട്?
ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. പരപ്രയരുടെ പരാതി കേട്ടിട്ട്, നാട്ടുകാരുടെ അധപതനം കണ്ടിട്ട്, ഇത് പിന്നാണെങ്കിൽ നഷ്ടം പറ്റിയ ഒരാളെ എല്ലാവരും പരിഹസിക്കുന്നു എന്ന് കേട്ടിട്ട് അല്ലേ. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നഷ്ടം പറ്റിയ ഒരാളെ പരിഹസിക്കുന്നു കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടായി മജിസ്ട്രേറ്റിന്. അതുകൊണ്ടാണ് പരപ്രയരുടെ കൂടെ അദ്ദേഹം പോയത്. ഇനിയിപ്പം പരപ്രയരുടെ മുട്ടുപൊട്ടിയത് എങ്ങനെയാണ്? അതൊരു കഥാസന്ദർഭത്തിൽ പറയുന്നുണ്ട്. കുട്ടികളുടെ പിന്നാലെ അവർ കളിയാക്കിയതിനെ തുടർന്ന് അവരുടെ പിന്നാലെ പോയി അവരടിക്കാൻ വേണ്ടിയിട്ട് പോയത് കൊണ്ടാണ് മുട്ടുപൊട്ടിയത് അല്ലേ. ഓക്കെ, ഇതിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അന്നൊക്കെ മജിസ്ട്രേറ്റിന് വലിയ അധികാരമാണ് കുട്ടികളെ, ഇന്നത്തെ പോലെയല്ല. ഇന്ന് അംശം അധികാരിയെ കൂടി പേടിക്കാത്ത ആളുകളാണ് ലോകത്തുള്ളത്. സഞ്ജയൻ്റെ ഈ പ്രസ്താവനയുടെ ഉദ്ദേശം? ഓപ്ഷൻസിൽ നമുക്ക് നോക്കാം ആൻസർ എന്താണ്. അന്നും ഇന്നും തമ്മിലുള്ള കീഴ്വഴക്കങ്ങളുടെ വ്യത്യാസം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. ഓക്കെ, അത് ഓക്കെയാണ്. എന്നാലും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാത്ത ഇന്നത്തെ ആളുകളെ പരിഹസിക്കുക അല്ലേ. ഇന്നത്തെ ആളുകൾ ബഹുമാനിക്കുന്നില്ല. നമ്മളൊരു പദവിയിലിരിക്കുന്നവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണല്ലേ. അപ്പം അതൊരു പരിഹാസ രൂപേണ പറയുന്നുണ്ട് സഞ്ജയ്. അപ്പോൾ ഇതാണ് ഇതിൽ ആപ്റ്റ് ആയിട്ട് വരുന്നത്. പറയാൻ പോകുന്നത് അതായത് സഞ്ജയൻ ഈ ഒരു കഥയിലൂടെ സമൂഹത്തെ ഒന്ന് പരിഹസിക്കുന്നുണ്ട്. കൂടാതെ ആരൊക്കെയാണ്? കമ്മീഷണർ, പല പൊസിഷനിൽ ഇരിക്കുന്നവരെയൊക്കെ, പിന്നെ പല സാഹിത്യ വിമർശകരെ കൂടെയുള്ള ഈ ഒരു ലേഖനത്തിലൂടെ സഞ്ജയൻ പരിഹസിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ചില സത്യങ്ങൾ പറയുന്നുണ്ടല്ലോ. സത്യങ്ങൾ മീൻസ് കുട്ടികൾ നിഷ്കളങ്കര ആയിരിക്കും, എന്നാലും മുതിർന്നവർ കൂടുതൽ കുശാഗ്ര ബുദ്ധിക്കാരായിരിക്കും. അവർ ആ ഒരു തോതിലായിരിക്കും അവരുടെ തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ ഒരു കഥ ഇത്രത്തോളമാണ്. എല്ലാവരും തന്നെ ഈ ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പം ഫൈനൽ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.